ഇന്റർനാഷണൽ ബിസിനസ് ഒരു പഴയ ഐഡിയയാണ്. നമ്മൾക്കിന്ന് സുപരിചിതമായ പല വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ വളരെ പണ്ട് കച്ചവടത്തിലൂടെ കൈമാറി കാലാന്തരം ദേശവാസിയായ കുടിയേറ്റക്കാരാണ്. കപ്പ, ചുവന്ന മുളക്, കശുമാങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഒക്കെ ആ ലിസ്റ്റിൽപ്പെടും. നമ്മുടെ നാട്ടിൽ നിന്ന് VIP ആയി കച്ചവടം ചെയ്യപ്പെട്ടതിൽ പ്രധാനിയാണ് കുരുമുളക്. ഇതിനായി മാത്രം കരമാർഗവും കടൽമാർഗവും ട്രേഡ് നടന്നിരുന്നു. കൂട്ടത്തിൽ ആനക്കൊമ്പ്, വജ്രം, കോട്ടൺ, മെഡിസിനൽ ഹെർബ് ഒക്കെ കൈമാറപ്പെട്ടു. ഇതേ പ്രകാരം ലോകമെമ്പാടും എക്സ്ക്ലൂസീവായ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചൈനയിലെ സിൽക്ക്, ചായ, അറേബ്യയിലെ പെർഫ്യൂം, ഈന്തപ്പഴം, യൂറോപ്പിലെ കമ്പിളി, ആയുധങ്ങൾ ഒക്കെ. 5-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പ്, ഇന്ത്യ, ചൈന, അറേബ്യ ഒക്കെ തമ്മിൽ കരമാർഗം കച്ചവടം നടന്ന റൂട്ടിനെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നു. ഇതിൽ നമ്മുടെ പാട്ന, മധുര, ബംഗാൾ, സൂരത്ത് ഒക്കെ പ്രധാന നഗരങ്ങളാണ്. കോഴിക്കോട് പക്ഷേ ഒരു തുറമുഖ നഗരമായിരുന്നു. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനക്കാരാണ് പട്ടുണ്ടാക്കുന്ന രീതി കണ്ടെത്തിയത്. അവിടുത്തെ ലെയ്സു ചക്രവർത്തിനി തന്റെ ചായയിൽ വീണ ഒരു പുഴുവിന്റെ കൂക്കൂൺ എടുത്തു മാറ്റാൻ നോക്കുന്നു. പുഴുവിന്റെ കഷ്ടകാലത്തിന് ആ എടുത്തു മാറ്റുന്ന വഴി ഇടതടവില്ലാതെ വരുന്ന നേർത്ത നൂലിനെ അവർ ശ്രദ്ധിക്കുകയും പിന്നീട് മൾബറി ചെടിയിൽ പുഴുക്കളെ വളർത്തി പട്ട് വേർതിരിച്ചെടുക്കുന്ന രീതി കണ്ടെത്തുകയും ചെയ്തു. ഈ രീതി ഏതാണ്ട് 3000 വർഷത്തോളം പരമരഹസ്യമായി ചൈനക്കാർ സൂക്ഷിച്ചു. പട്ട് വേണമെങ്കിൽ ചൈനയിൽ പോകേണ്ട അവസ്ഥ. അതൊരു ചൂട് പിടിച്ച കച്ചവട സാധനമായി. അങ്ങനെയാണ് പലതും കൈമാറപ്പെട്ട കച്ചവട പാതയ്ക്ക് സിൽക്ക് റൂട്ട് എന്ന പേര് വന്നത്. ഈ വഴി തന്നെയാണ് മതങ്ങൾ പോലും കൈമാറപ്പെട്ടത്. ബുദ്ധമതത്തിന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രചാരത്തിൽ സിൽക്ക് റൂട്ടിന്റെ പങ്ക് വളരെ വലുതാണ്.